റോണിച്ചാ പറ മോനെ. നിങ്ങൾക്ക് കുറെ കമ്മീഷനിൽ കിട്ടിയല്ലേ, നമുക്ക് ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്തെങ്ങനത്തെ? എടാ മണ്ട, ബിറ്റ് കോയിനിലൊക്കെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമോ? അതെന്ത്? എന്റെ പൊന്നു മോനെ, ബിറ്റ് കോയിന്റെ ലോജിക്ക് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ ലോകത്തിൽ ഉണ്ടാവാൻ പോകുന്ന ബിറ്റ് കോയിന്റെ നമ്പേഴ്സ് എത്രയാണെന്നറിയോ? വെറും 21 മില്യൺ മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് സപ്ലൈ വളരെ കുറവാണ്, ഡിമാൻഡ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ആൾക്കാർ ബിറ്റ് കോയിൻ ഇത്രയും വാല്യൂ ചെയ്യുന്നത്. പക്ഷേ ദുബായിൽ അതിനെക്കാട്ടി സപ്ലൈ കുറഞ്ഞതും വളരെ ഡിമാൻഡ് കൂടിയ ഒരു സാധനമുണ്ട്. എന്താണെന്നറിയാം? എന്താ? ദുബായ് ചോക്ലേറ്റ്. എന്റെ പൊന്നുവനെ, ദുബായ് ചോക്ലേറ്റ് ഒന്നും അല്ലടാ, ദുബായിലെ സീ ഫേസിംഗ് ആണുള്ള പ്രോപ്പർട്ടീസ് ആണ്. നിനക്ക് ദുബായിലെ സീ ഫേസിംഗ് ആണുള്ള പ്രോപ്പർട്ടീസ് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? ഇല്ല. അറിഞ്ഞൂടല്ലേ? വെറും 30,000 യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇൻ ഫ്യൂച്ചർ ദുബായ് എൻ്റയർ ദുബായിൽ പണിയാൻ പോകുന്ന സീ ഫേസിംഗ് യൂണിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം 50,000 കാണും. സോ നീ എന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. 21 മില്യൺ 50,000 യൂണിറ്റ്സ്, ഏതാണ് ഏറ്റവും കുറവുള്ളത്? നമ്മുടെ ദുബായിലെ സീ ഫേസിംഗ് ആണുള്ള പ്രോപ്പർട്ടീസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതാണ്ട് ഇത് കണക്കുള്ള ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് സീ ഫേസിംഗ് പ്രോപ്പർട്ടി മേടിച്ചിട്ട് കഴിഞ്ഞാൽ ബിറ്റ്കോയിനെ കാട്ടി കാശ് കയറുകയും ചെയ്യും. അത് മാത്രമല്ല, അതാണ്ട് ഇതൊക്കെ നോക്കടാ, കൺവേർട്ടബിൾ 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ്. എനിക്ക് ഈ 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 2 ബെഡ്റൂം ആക്കാൻ പറ്റും. അത് മാത്രമല്ല, ബിറ്റ്കോയിൻ മേടിക്കുന്ന കണക്ക് മൊത്തം കാശ് കൊടുത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. മന്ത്ലി വെറും 1% അടച്ചുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് എനിക്ക് സ്വന്തമായിട്ട് ആക്കാൻ പറ്റും. സോ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഇത് കണക്കൊരു സീ ഫേസിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യണോ? ഓക്കെ, ഞാൻ ചിന്തിക്കാം. ചിന്തിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ. ഓക്കെ.